വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മെനു. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്ത അരിപ്പൊടി. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്താണ്ട് കൈ കൊണ്ടൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഓരോരോ ചെറിയ ബോളായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. കാരണം ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വേഗം അത് പാത്രത്തിലേക്ക് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ പാലിലേക്ക് ഇടുമ്പോൾ വേഗം വിട്ട് കിട്ടും. അതിനായിട്ട് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് 1.5 കപ്പ് വീതമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ ബോൾസ്, അതായത് നമ്മുടെ കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊഴുക്കട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് 1ാം പാൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനിപ്പം നമുക്ക് തിളയ്ക്കേണ്ട. ഇനി നമുക്കിതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ചൂടായിട്ട് അധികം തിളയ്ക്കാൻ നിൽക്കേണ്ട, പിരിഞ്ഞോ, അതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഒരു ബോളിലേക്ക്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കുഞ്ഞ് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മുകളിൽ കുറച്ച് കേസർ ചുമ്മാ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുങ്കുമപ്പൂവ്. അപ്പോൾ നമ്മുടെ പാൽ കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.